യേശു ഏതു മലയിലേക്കാണ് പോയത്? ഒലിവുമല. യേശു അതിരാവിലെ വീണ്ടും എവിടെയാണ് വന്നത്? ദേവാലയത്തിൽ. നിയമജ്ഞരും ഫരിസേയരും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സ്ത്രീ ഏത് കുറ്റത്തിനാണ് പിടിക്കപ്പെട്ടത്? വ്യഭിചാരം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിയണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ആരുടെ നിയമത്തിലാണ്? മോശയുടെ. നിയമജ്ഞർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് എവിടെയാണ് എഴുതിയത്? നിലത്ത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് കേട്ടപ്പോൾ ആരാണ് ആദ്യം സ്ഥലം വിട്ടത്? മുതിർന്നവർ. ഒടുവിൽ യേശുവിൻ്റെ കൂടെ നടുവിൽ ശേഷിച്ചത് ആരായിരുന്നു? സ്ത്രീ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഇനിമേൽ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത്? പാപം. യേശു തൻ്റെ വചനത്തിലൂടെ താൻ ലോകത്തിൻ്റെ എന്താണെന്നാണ് വിശേഷിപ്പിച്ചത്? പ്രകാശം. യേശുവിനെ അനുഗമിക്കുന്നവന് ഒരിക്കലും എന്തിൽ നടക്കേണ്ടി വരില്ല? അന്ധകാരത്തിൽ. യേശുവിനെ അനുഗമിക്കുന്നവന് ഏതിൻ്റെ പ്രകാശമാണ് ഉണ്ടായിരിക്കുക? ജീവൻ്റെ. യേശുവിൻ്റെ വിധി സത്യമാകാൻ കാരണം അവിടുത്തെ അയച്ച ആരാണ് കൂടെയുള്ളത്? പിതാവ്. യഹൂദരുടെ നിയമമനുസരിച്ച് എത്ര പേരുടെ സാക്ഷ്യമാണ് സത്യമായിട്ടുള്ളത്? 2 പേരുടെ. ദേവാലയത്തിൽ എവിടെ വച്ചാണ് യേശു ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചത്? ഭണ്ഡാരസ്ഥലത്ത്. യേശുവിനെ വിശ്വസിക്കാത്തവർ എന്തിൽ കിടന്നായിരിക്കും മരിക്കുക? പാപത്തിൽ. യേശു മുകളിൽ നിന്നുള്ളവനാണ്, എന്നാൽ യഹൂദർ എവിടെ നിന്നുള്ളവരാണ്? താഴെ നിന്നുള്ളവർ. മനുഷ്യപുത്രനെ എന്ത് ചെയ്തു കഴിയുമ്പോഴാണ് ഞാൻ തന്നെ എന്ന് യഹൂദർ മനസ്സിലാക്കുക? ഉയർത്തിക്കഴിയുമ്പോൾ. യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ യഥാർത്ഥത്തിൽ അവിടുത്തെ ആരാണ്? ശിഷ്യർ. നിങ്ങൾ എന്ത് അറിയുമെന്നാണ് യേശു പറയുന്നത്? സത്യം. സത്യം നിങ്ങളെ എന്താക്കി മാറ്റും? സ്വതന്ത്രം. പാപം ചെയ്യുന്നവൻ ഏതിൻ്റെ അടിമയാണ്? പാപത്തിൻ്റെ.
യേശുവിനെ കൊല്ലാൻ ആലോചിച്ച യഹൂദരുടെ ഉള്ളിൽ എന്തു വസിക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? വചനം. യേശുവിനെ എതിർത്ത യഹൂദരുടെ പിതാവ് ആരെന്നാണ് യേശു വ്യക്തമാക്കുന്നത്? പിശാച്. ആദ്യം മുതൽ കൊലപാതകിയും നുണയനുമായിരിക്കുന്നത് ആരാണ്? പിശാച്. യേശുവിൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ച പിതാവ് ആരാണ്? അബ്രാഹാം. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. യോഹന്നാൻ 8:7. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ 8:12. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:34. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. യോഹന്നാൻ 8:58.